വിഷമിക്കണട്ടാ. നമ്മുടെ വയ്യൊക്കെ മാറൂട്ടാ. എല്ലാവരും പ്രാർത്ഥിക്കാൻ പറഞ്ഞ മോന് അമ്മക്ക് വേണ്ടിട്ട്. അസ്സലാമലൈക്കും, നമസ്കാരം. ഞാൻ നമ്മുടെ വാടാനപ്പള്ളിയില് 17-ാം വാർഡില് കുഞ്ഞുമോൻ ചേട്ടന് വീട്ടിൽ വന്നിരിക്കാട്ടാ. ഞാൻ അവിടെ വരാനുള്ള കാരണം വെച്ചാല് എന്താ പറയാ, മാനസികമായിട്ട് വളരെ വിഷമത്തിലാണ് ഞാൻ അവിടെ വരുന്നത്. കാരണം വെച്ചാല് വെറും 27 വയസ്സായ കുഞ്ഞുമോൻ ചേട്ടന്റെ മോള് മഞ്ജുവിന്, എന്റെ മോനെ അല്ലെ, മോന് വിശേഷമുള്ളപ്പോൾ അറിയണത് കിഡ്നി തകരാറില്ല എന്നുള്ളതാണ്. സത്യത്തില് ഇപ്പൊ കുടുംബം വളരെയധികം പ്രയാസത്തിലാണ്. കാരണം വെച്ചാല് ഇപ്പോ 6 മാസമായിട്ട് 6 മാസം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ കോഴിക്കോട് ചികിത്സ അല്ലെ, ഇക്ര ഹോസ്പിറ്റലിൽ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിഷമിക്കണട്ടാ. നമ്മുടെ വയ്യൊക്കെ മാറൂട്ടാ. എല്ലാവരും പ്രാർത്ഥിക്കാൻ പറഞ്ഞ മോന് അമ്മക്ക് വേണ്ടിട്ട്. കളങ്കില്ലാത്ത മനസ്സിന് മോൻ വിഷമിക്കല്ലട്ടാ. നമ്മളെല്ലാരും കൂടിയിട്ട് മോനക്ക് അമ്മനൊക്കെ തിരിച്ചു തരൂട്ടാ. നമ്മുടെ വയ്യൊക്കെ മാറി അമ്മനായിട്ട് മോനക്ക് പുറത്തേക്കൊക്കെ പോവട്ടാ. എല്ലാവരും പ്രാർത്ഥിക്കാൻ പറയട്ടാ. മോനെ പറഞ്ഞ പ്രാർത്ഥിക്കാൻ പറഞ്ഞ ആ കുഞ്ഞു കുട്ടിക്ക് വരെ അതിന്റെ അവസ്ഥ മനസ്സിലാവണമെന്നുള്ളതാണ്ടാ. കാരണം വെച്ചാല് അമ്മയോടൊപ്പം തുള്ളിച്ചാടി നടക്കണ മോന് ഇപ്പൊ വീട്ടിൽ ഒതുങ്ങിയിരിക്കുകയാണ് നമ്മുടെ കൂടെ. അമ്മക്കൊരു കാവലായിട്ട് ഇരിക്കാണ്. കുഞ്ഞുമോൻ എന്താ പറഞ്ഞു കുഞ്ഞുമോട്ടാ? എന്റെ മോളെ 2 കിഡ്നി പോക്കാണ്. ഞാൻ കിഡ്നി കൊടുക്കാൻ തയ്യാറാണ്. എന്നെ കൊണ്ടൊരു ജീവിതം കിട്ടുമെന്നുണ്ടെങ്കിൽ അത് വലിയൊരു പുണ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് മീൻ കച്ചവടമാണ്. എന്നെ കൊണ്ട് ഇത്രയും കാശിന്റെ ഒരു എമൗണ്ട് എനിക്ക് സാധിക്കില്ല. അന്നാന്ന് ചോദിച്ചിട്ട് തന്നെ നയിച്ചിട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥകളാണ്. അപ്പൊ നിങ്ങളെ കയ്യിലാണ് എന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ പരമാവധി എല്ലാവരും സഹകരിക്കുക. സന്തോഷം എന്ന് പറയാൻ കാരണം വെച്ചാല് തീർച്ചയായിട്ടും ഈ മഞ്ജു എന്ന് പറയുന്ന കുട്ടിയെ നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അവന്റെ അമ്മനെ ഈ കൊച്ചുമോനെ തിരിച്ചേൽപ്പിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ള വിശ്വാസം. എന്താ വെച്ചാല് അതിന്റെ മഞ്ജുവിന് കിഡ്നി കൊടുക്കാൻ നമ്മൾ കുഞ്ഞ് ചേട്ടൻ തയ്യാറാണ് അല്ലേ? അതെ, കുഞ്ഞുമോൻ ചേട്ടൻ തയ്യാറാണ്. അതിന്റെ എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ 5 വർഷമായിട്ട് ചികിത്സ നടക്കുന്നതിന്റെ പേരിൽ അവർ സാമ്പത്തികമായിട്ട് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മഞ്ജുവിന്റെ ഭർത്താവ് കൂലിപ്പണി ചെയ്തിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് അതിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കേൾക്കും നമുക്ക് വളരെ സന്തോഷക്കാരെ. ഈ കാലഘട്ടത്തിലൊക്കെ ഇട്ടെറിഞ്ഞു പോകുന്ന ആൾക്കാരാണ്. അപ്പൊ അത്രയും നല്ലൊരു ഭർത്താവും നമ്മളെ മഞ്ജുവിനുണ്ട്. പക്ഷെ കുഞ്ഞുമോൻ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാ കാണിച്ചേ, സൈക്കിൾ കാണിച്ചാ, ആ കാണുന്ന സൈക്കിളുമ്മല് മീൻ കച്ചവടം ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. ഇപ്പോ അതിനും പറ്റാത്ത അവസ്ഥയായി. മഞ്ജുവിനൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യത്തിൽ. ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാനും വളരെ ടെൻഷനാണ്. കാരണം വെച്ചാൽ എനിക്ക്, അതായത് അവരുടെ ജീവിതത്തില് ഒരു അവസാനം വഴി എന്ന രീതിയിലാണ് ഈ വീഡിയോക്ക് മുന്നിൽ അവർ ഇരിക്കുന്നത്. അപ്പോ സത്യത്തിൽ എനിക്കാണ് ഏറ്റവും ടെൻഷൻ. കാരണം വെച്ചാൽ നമ്മൾ നിങ്ങളെ മുന്നിലേക്ക് തന്നിട്ട് അത് വർക്കൗട്ട് ആയില്ലെങ്കിൽ അത് എനിക്ക് എന്താ പറയാ, മരിച്ചൊരു തുല്യാണ് ഞാൻ. പക്ഷെ എനിക്കറിയാം ഇത് കാണുന്ന ആർക്ക് കൈവിടാൻ കഴിയില്ല. കാരണം വെച്ചാല് ആ അച്ഛന്റെ അമ്മയുടെ ആ ചെറുപ്പക്കാരിയായ ആ മോള്, അവളെ ഒരു കുഞ്ഞു മോന്. അപ്പൊ ഇത് എന്താണ് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കേസ്. അതിന്റെ പേരിൽ നിങ്ങൾ കൈവിടില്ല എനിക്കറിയാം. ഇതിലധികം ദിവസങ്ങളൊന്നും വേണ്ട, അധികം സമയങ്ങളും വേണ്ട. തങ്ങളെ വീഡിയോ കാണുന്ന നിമിഷം ഉണ്ടല്ല, നിങ്ങളെ കൊണ്ട് എത്ര റുപ്യാണ് ചെയ്യാൻ പറ്റുക അതങ്ങോട്ട് ചെയ്യട്ടെ ഞങ്ങളെ. കാരണം വെച്ചാൽ തിരിച്ചു കൊണ്ടുവരണം. കാരണം വെച്ചാല് അത് അങ്ങനത്തെ കേസാണ്. നമുക്ക് എന്താ പറയാ, സഹിക്കാൻ പറ്റാവുന്ന അപ്പുറമാണ് വന്ന് കണ്ടപ്പോഴത്തെ അവസ്ഥ. 2 ദിവസം ഡയാലിസിസ് കാര്യങ്ങള്, അടുത്ത ചെക്കപ്പിലൊക്കെ ഇഷ്ടം പോലെ പൈസ ചെലവ് വരും ചങ്ങളെ. നിങ്ങൾ കഴിയും എഴുതിട്ടാ മോളെ, ടെൻഷൻ അടിക്കണ്ടട്ടാ. എനിക്ക് വാക്ക് കൊടുക്കണ്ട. ഞാന് കുട്ടിക്കാൻ വാക്ക് കൊടുക്കും, ജീവിതത്തിലേക്കുള്ള വാക്ക് ഞാൻ കൊടുക്കണ്ടാ. നിങ്ങളെ കണ്ടുകൊണ്ടാണ്, നിങ്ങൾ മാത്രമുള്ള കുടുംബത്തിനട്ടാ, കുഞ്ഞു മോനിക്കിട്ടാ ഒരു തണലാവാന് ഒരു അമ്മ ട്ടാ. ഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് നമ്മള് ഏറ്റവും കൂടുതൽ നമുക്കറിയാം സേഫ്റ്റി ആയി വീട്ടിൽ താമസിക്കണം എന്നുള്ളതാണ്. ഇവരിപ്പോ താമസിക്കുന്നത് ബീച്ചിലാണ്. ആ വളക്കട കാണിച്ചാ, ഈ ബീച്ച് ഏരിയയിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഈ കുടുംബത്തിനെ മാറ്റി താമസിപ്പിക്കണം. എത്രയും പെട്ടെന്ന് താമസിപ്പിക്കണം. അതുപോലെ എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ കിഡ്നി മാറ്റി വെക്കുന്ന ശസ്ത്രക്രിയ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇവിടൊക്കെ കിടക്കുന്നിടത്തോളം കാലം അതിന് ഇൻഫെക്ഷൻ വരാനും വളരെ ബുദ്ധിമുട്ടിലേക്ക് പോകാനുള്ള അവസ്ഥ ഞാൻ കാണുന്നത്. ഈ നിമിഷം തന്നെ കേട്ടോ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റുന്നു ഷെയർ ചെയ്ത് കൊടുത്താൽ അങ്ങനെയൊക്കെ അങ്ങനെ നിമിഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണ്ടാ. ഇതൊരു ജീവരക്ഷാ ചലഞ്ചായിട്ട് നമുക്ക് കാണണം. മഞ്ജുവിന് ആരും കൈവിടില്ല. കാരണം വെച്ചാല് മഞ്ജു ചെറുപ്പാണ്. മഞ്ജു മോനക്ക് വേണ്ടിയിട്ട്
ഇനി ജീവിക്കണം അല്ലെ. കാണുന്ന ആരും മഞ്ജുവിനെ കൈയൊടിയില്ല. അതിൽ ആ വിശ്വാസം എനിക്കുണ്ട്.